PV അൻവർ MLA പരാതിയിൽ ADGP MR അജിത് കുമാറിനെ മൊഴിയെടുക്കുകയാണ്. പോലീസ് ആസ്ഥാനത്ത് DGP ഷെയ്ഖ് ദർവേർ സാഹിബ് നേരിട്ടാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. അന്വേഷണ സംഘത്തിലെ മറ്റുദ്യോഗസ്ഥർ DGPയുടെ ഓഫീസിലുണ്ട്. DGP തന്നെ മൊഴിയെടുക്കണമെന്നാവശ്യപ്പെട്ട് MR അജിത് കുമാർ നേരത്തെ കത്ത് നൽകിയിരുന്നു. അതേസമയം അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് DGP ശുപാർശ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. അജീഷ് ജയകുമാറാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അജീഷ്, ഈ ADGP MR അജിത് കുമാർ ചില നിബന്ധനകൾ എന്ന് വേണമെങ്കിൽ പറയാം, അത്തരമൊരു കത്ത് DGPക്ക് നൽകിയിരുന്നു. അത് ഈ മൊഴിയെടുക്കുമ്പോൾ അനുവദിച്ചിട്ടുണ്ടോ? DGP തന്നെ മൊഴിയെടുക്കണം, കീഴുദ്യോഗസ്ഥർ മൊഴിയെടുക്കാൻ പാടില്ല, അത് വീഡിയോയിൽ ചിത്രീകരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അത് നടപ്പാക്കിയിട്ടുണ്ടോ? മറ്റുദ്യോഗസ്ഥരൊക്കെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ADGPയുടെ ഓഫീസിൽ ഉണ്ട് എന്നായിരുന്നുവല്ലോ റിപ്പോർട്ട്. വിജയകുമാർ, ഈ മറ്റ് ഉന്നതതല സംഘത്തിലെ അംഗങ്ങളടക്കം ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇപ്പോൾ ഉണ്ട്. പക്ഷേ DGPക്ക് മുന്നിലാണ് മൊഴി നൽകുന്നത്. അവർ കൂടെ ഇരിക്കുകയാണ്. ഇത് വീഡിയോയിൽ ചിത്രീകരിക്കണമെന്ന് ADGP അജിത് കുമാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇത് കൂടുതൽ നിയമ യുദ്ധങ്ങളിലേക്ക് പോകേണ്ട ഒരു വിഷയമായതിനാൽ ഇതിൽ മൊഴിയെടുക്കുന്നത് വീഡിയോയിൽ ചിത്രീകരിക്കണമെന്നടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയ ശേഷമാണ് ADGPയുടെ മൊഴിയെടുക്കുന്നത്. നേരത്തെ തന്നെ ADGP PV അൻവറിന്റെ ആരോപണങ്ങൾക്കെതിരെ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൊഴിയെടുപ്പ് നടക്കുന്നത്. ഇതിനുശേഷം PV അൻവറിന്റെ പരാതിയിലും ADGPയുടെ മൊഴി രേഖപ്പെടുത്തും. അതിൽ പ്രധാനമായും പറയുന്നത് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച് നടക്കുമുള്ള വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് കവടിയാറിലെ കൊട്ടാര സമാനമായ വീട്, അതുമാത്രമല്ല സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി കൂട്ടുചേർന്ന് അനധികൃത സ്വത്ത് സമ്പാദിച്ചു, ബന്ധുക്കൾ ബിനാമി ഇടപാട് വഴി സ്വത്തുക്കൾ വരിക്കൂട്ടി, അങ്ങനെയുള്ള പരാതികളാണ് PV അൻവർ MLA നൽകിയിരുന്നത്. ഈ പരാതിയിൽ ആണ് ഇപ്പോൾ DGP അതിനുശേഷം മൊഴിയെടുക്കും. ഇതിൽ വിജിലൻസ് അന്വേഷണത്തിനും ശുപാർശ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ രണ്ട് പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾ, അത് രണ്ട് DGPമാർ നടത്തുന്ന അന്വേഷണങ്ങൾ വൈകാതെ ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. നിലവിൽ DGP നേതൃത്വം നൽകുന്ന ഉന്നതതല സംഘം, അത് ഷെയ്ഖ് ദർവേർ സാഹിബാണ് അതിന് നേതൃത്വം നൽകുന്നത്. മറ്റൊന്ന് വിജിലൻസ് DGP ആയിട്ടുള്ള യോഗേഷ് ഗുപ്ത നേതൃത്വം നൽകുന്ന മറ്റൊരു അന്വേഷണത്തിന് കൂടി സാധ്യത തെളിയുന്നു. അതിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത്. നിലവിൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ് ഈ വിഷയമുള്ളത്. അതിൽ കൂടി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ DGPക്കെതിരെ രണ്ട് പ്രധാനപ്പെട്ട കേസ് അന്വേഷണം, അത് രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥർ നടത്തുന്ന ഒരു പ്രത്യേകത ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ഉണ്ടാകും. എന്തായാലും മൊഴിയെടുപ്പ് ഇപ്പോഴും പോലീസ് ആസ്ഥാനത്ത് തുടരുകയാണ്. വിജയകുമാർ. അജീഷ്, ഇന്നിപ്പോൾ പ്രതികരിച്ച നേതാക്കളൊക്കെ, ഇപ്പോൾ ബിനോയ് വിശ്വം, അതിനു മുമ്പ് MV ഗോവിന്ദനൊക്കെ പറഞ്ഞത് ഒരു മാസത്തെ സാവകാശമാണ് ഈ അന്വേഷണത്തിന് ഉള്ളത്. അപ്പോൾ മുഖ്യമന്ത്രി അതാണ് LDF യോഗത്തിൽ പറഞ്ഞത്. അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ DGP നേതൃത്വം നൽകുന്ന ഈ അന്വേഷണ സംഘം അതിൻ്റെ റിപ്പോർട്ട് കൈമാറും എന്ന് നമുക്ക് കരുതാം, അല്ലേ? ഒരു മാസമാണ് ഈ ഉന്നതതല സംഘത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒരു മാസത്തിനുള്ളിൽ അന്വേഷിച്ച് പൂർണ്ണ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകണമെന്നായിരുന്നു നിർദ്ദേശം. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത്. അതിൻ്റെ അടുത്ത ഘട്ട നടപടിയായിട്ടാണ് ADGPയുടെ മൊഴിയെടുക്കുന്നത്. ഇതിന് അൻവറിൻ്റെ മൊഴിയും പ്രത്യേക അന്വേഷണ സംഘം, ഉന്നതതല സംഘം രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും ഇനി അടുത്ത റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുക. ഈ റിപ്പോർട്ട് വരെ വെയിറ്റ് ചെയ്യാനാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം LDF യോഗത്തിൽ പോലും മുന്നണി നേതാക്കളോട് ആവശ്യപ്പെട്ടത്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. മാധ്യമങ്ങളോടക്കം ഈ യോഗം തുടങ്ങുന്നതിന് മുന്നേ ADGPയുടെ രാജി കത്തും കൊണ്ടല്ലാതെ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞു പോയ നേതാക്കൾ എല്ലാവരും യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ മിണ്ടുന്നില്ലായിരുന്നു. അവരോടെല്ലാം മുഖ്യമന്ത്രി വെച്ച ഒരു വാദമെന്ന് പറയുന്നത് ഈ അന്വേഷണം ഒന്ന് പൂർത്തിയാകട്ടെ, അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നടപടിയെടുക്കാമെന്ന് തന്നെയായിരുന്നു. അത് ആ ഒരു വാദം അംഗീകരിച്ചുകൊണ്ടാണ് LDFന്റെ നേതാക്കളെല്ലാം ഇന്നലെ AK സെന്ററിന്റെ പടിയിറങ്ങിപ്പോയത്. എന്തായാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. വിജയകുമാർ. യെസ്, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ADGPയുടെ മൊഴി പോലീസ് ആസ്ഥാനത്ത് DGP രേഖപ്പെടുത്തുകയാണ്, മൊഴിയെടുക്കുകയാണ്. മറ്റുദ്യോഗസ്ഥർ DGPയുടെ വിസിറ്റേഴ്സ് റൂമിലുണ്ട്. അത്തരം ഉദ്യോഗസ്ഥർ, കീഴുദ്യോഗസ്ഥർ മൊഴിയെടുക്കരുത്, അതിനനുവദിക്കരുത് എന്ന് ADGP രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. അത് ക്യാമറയിൽ ചിത്രീകരിക്കണം ഈ നടപടികൾ എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അതൊക്കെ ഏറെക്കുറെ പാലിക്കപ്പെട്ട് തന്നെയാണ് മൊഴി രേഖപ്പെടുത്തുന്നത് എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.